പാപത്തിന്റെ ശിക്ഷ, യാഗം, ഇതെല്ലാം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഹജ്ജിന് പോകുമ്പോൾ അവിടെ മീനയിൽ യാഗം നടത്തുന്നുണ്ട്. അതിന് പോകാൻ സാധിക്കാത്തവര് ഭവനങ്ങളിൽ അതിന്റെ പ്രതിരൂപങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഒരാടിനെ കൊല്ലുകയല്ല, ഒരു കോഴിയെ കൊല്ലുമ്പോൾ തന്നെയും ഭക്തനായൊരു മുസ്ലിം പറയുന്നത് എന്താണ്? അല്ലാഹുവേ, സ്തുതിക്ക് യോഗ്യനായവനെ, ഇത് നിങ്കൽ നിന്ന് പ്രാപിച്ചു നിനക്ക് വേണ്ടി തരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്താണത് വെളിപ്പെടുത്തുന്നത്? യാഗങ്ങളെ കുറിച്ചുള്ള ഒരു സൂചനയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിന്റെ മുൻവേദക്കാരോട് ചോദിച്ചു നോക്കുവേനെന്നുള്ള അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്. ഞങ്ങളാണ് മുൻവേദക്കാര്. നിങ്ങളുടെ സംശയം തീർക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ ശിക്ഷ മരണമാണ്. ആ മരണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ, ക്രിസ്ത്യാനികളെ രക്ഷിക്കുവാനല്ല, ഒരു പ്രത്യേക ജനവർഗത്തെ രക്ഷിക്കുവാനല്ല, സകല ഭൂമിയിലുമുള്ള സകല പ്രപഞ്ചത്തിലുമുള്ള സകല മനുഷ്യരെ രക്ഷിക്കുവാൻ, കറുത്തവനെയും വെളുത്തവനെയും ഇന്ത്യക്കാരനെയും ആഫ്രിക്കക്കാരനെയും വിദ്യാഭ്യാസമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാവരെയും രക്ഷിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരൊറ്റ മാർഗമേ ഉള്ളൂ. പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ. കർമ്മങ്ങൾ കൊണ്ടും ജപതപങ്ങൾ കൊണ്ടും നേർച്ചകാഴ്ചകൾ കൊണ്ടും പുണ്യപ്രവർത്തികൾ കൊണ്ടും തീർത്ഥാടനങ്ങൾ കൊണ്ടും സാധിക്കാത്തതിനെ സാധിക്കുവാൻ ദൈവം നിന്റെ പുത്രനെ പാപജലത്തിന്റെ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് അയച്ചു എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി സാക്ഷിക്കുന്നു. യേശു വന്നത് അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, യേശു വന്നത് ചില അടയാളങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, യേശു വന്നത് മനുഷ്യജാതിക്ക് വേണ്ടി മരിക്കുന്നതിന് വേണ്ടിയാണ്. എന്താ? ദൈവം നീതിമാനായ ദൈവമാണ്, ദൈവം പരിശുദ്ധനായ ദൈവമാണ്, മാത്രമല്ല അവൻ സ്നേഹവാനായ ദൈവമാണ്. ദൈവം സ്നേഹവാനായ ദൈവമായതുകൊണ്ട് മനുഷ്യൻ മുഴുവൻ നരകത്തിയിൽ നശിക്കുവാൻ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട് ദൈവം തന്നെ, ഖലീമത്തുള്ള തന്നെ, റൂഹുള്ള തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, യേശു ക്രിസ്തു ദൈവമായി ഭൂമിയിൽ വന്നത് മരിക്കുന്നതിന് വേണ്ടിയാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ജീവൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. ജീവൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചില്ല എന്ന് എന്റെ പല സ്നേഹിതർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, അന്ന് എഴുതിയ, ഞങ്ങളുടെ കൈതൊട്ടതും ഞങ്ങൾ രേഖപ്പെടുത്തിയതും ഞങ്ങൾ അറിഞ്ഞതുമായ സത്യമെന്ന് യേശുവിന്റെ അപ്പോസ്തലന്മാര് നേരിൽ കണ്ട ക്രൂശിന്റെ സമീപത്ത് യേശുവിന്റെ ശിഷ്യനായ യോഹന്നാൻ ഉണ്ടായിരുന്നു. യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, യേശു തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിനെ കൊല്ലുവാൻ ആർക്കും കഴിയുകയില്ല, ദൈവത്തെ കൊല്ലുവാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് എന്റെയും നിങ്ങളുടെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ റോമാ ഗവൺമെന്റിനോ ആർക്കും തന്നെ കൊല്ലുവാൻ സാധ്യമല്ല. തന്നെ പിടിക്കുവാൻ റോമാ ഗവൺമെന്റ് ആളുകൾ വന്നപ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? നസറേനായ യേശുവിനെ. യേശു പറഞ്ഞു, ഞാൻ തന്നെ. സീനായി മലയിൽ മൂസാ നബിക്ക് വെളിപ്പെട്ട യഹോവ അരുളി ചെയ്തു, ഐ ആം ദാറ്റ് ഐ ആം എന്ന് അരുളി ചെയ്തു. അതേ പദം ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദത്തിന്റെ ഷോക്കേറ്റ് ആ ജനങ്ങളെല്ലാം അവിടെ ജീവച്ഛവങ്ങളെ പോലെ പിടഞ്ഞു വീണു. അതാണ് യേശുവിന്റെ ശക്തി. ആർക്കും യേശുവിനെ പിടിക്കാൻ സാധ്യമല്ല. തന്റെ ജീവനെ നമുക്ക് വേണ്ടി അവിടെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. തന്റെ ജീവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടി? ആര് തന്നിൽ വിശ്വസിക്കുന്നുവോ അവർക്ക് നിത്യ ജീവൻ നൽകുവാൻ വേണ്ടി. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാൻ വന്ന യേശുക്രിസ്തു അവിടുന്ന് മരിക്കുക മാത്രമല്ല, ദൈവത്തിന്റെ തിരുഹിത പ്രകാരം, ദൈവവചനപ്രകാരം, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പൂർവ്വവേദക്കാരോട് ചോദിച്ചുകൊള്ളുവീൻ എന്ന് അരുളി ചെയ്ത
ഈ വിശുദ്ധ വചനത്തിന്റെ വെളിച്ചത്തിൽ തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു ജനിക്കുന്നതിന് 1500 വർഷങ്ങൾക്ക് മുൻപ് രേഖപ്പെടുത്തിയ വചനം, 750 വർഷങ്ങൾക്കും രേഖപ്പെടുത്തിയ വചനം, 550 വർഷങ്ങൾക്കും രേഖപ്പെടുത്തിയ വചനം, അതിൻ പ്രകാരം യേശു മരിച്ചു. ശിഷ്യന്മാരോട് അവിടെ അരുളി ചെയ്തു, ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു, അവിടെ അവരെന്നെ പിടിക്കും, അറസ്റ്റ് ചെയ്യും, അവിടെ എന്നെ ക്രൂശിക്കും, എന്നാൽ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. മരിച്ചു. റോമാ ഗവൺമെന്റ് സാക്ഷ്യം വഹിച്ചു. മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം നാൾ ദൈവപുത്രൻ ശക്തിയോടെ ലോകത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ സകല ഗുണലക്ഷണങ്ങളും യേശുക്രിസ്തുവിൽ നിറവേറുന്നു. അവിടുന്ന് സൃഷ്ടിക്കുന്നവനാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. അവിടുന്ന് സർവ്വവ്യാപിയാണ്, ഓമിനി പ്രസന്റ് ആണ്, സർവശക്തനാണ്, ഓമിനിഷ്യനാണ്. ഈ സർവശക്തനായ ദൈവമായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ആരെന്റെ ശബ്ദം കേട്ട് എന്റെ അടുക്കൽ വരുമോ, ഞാൻ അവരുടെ ഭാരങ്ങൾ നീക്കും, അവരുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും, അവർക്ക് സമാധാനം കൊടുക്കും, നിത്യ സന്തോഷം. എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ലെന്ന് യേശുക്രിസ്തു അരുളി ചെയ്തു. യേശുക്രിസ്തുവിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. സ്വർഗത്തിലെത്തുവാനുള്ള ദൈവം വെച്ചിരിക്കുന്ന ഏക മാർഗം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശുക്രിസ്തു പ്രവചനങ്ങളുടെ നിവൃത്തിയായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. 18-ാമത്തെ വയസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, മമ്പാട് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഞാന് 18-ാമത്തെ വയസ്സിൽ ഒരു മദ്യപാനിയായി, ലഹരി മരുന്നുകൾക്ക് അടിമയായി, അങ്ങനെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് സിനിമാശാലകളിൽ മാറ്റിനി, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ ഇങ്ങനെ കണ്ട് സമാധാനമില്ലാത്തവനായിരുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്ന ഞാൻ ഒരു ദിവസം നിരാശനായിത്തരുന്ന സന്ദർഭത്തിൽ ഞാൻ പറയട്ടെ, പെട്ടെന്ന് മേശമേലിരുന്ന ബൈബിൾ എടുത്ത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ യെശയ്യാ പ്രവചനം 85-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ അപ്പമല്ലാത്തതിന് നിങ്ങളുടെ ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് പ്രയത്നഫലവും ചിലവിടുന്ന എന്തിന് സൗജന്യമായി വാങ്ങി സമാധാനം അനുഭവിച്ചുകൊള്ളുവീൻ. ആ വാക്യം അഗ്നി അക്ഷരം പോലെ എന്റെ ഹൃദയത്തിലേക്ക് വന്നു. ഞാൻ യേശുവിൽ ആ സമയത്ത് എന്നെ സമർപ്പിച്ചു. ദൈവം എന്നോട് സംസാരിച്ചു, എന്റെ ഹൃദയത്തിൽ സമാധാനം ലഭിച്ചു. ഞാൻ രൂപാന്തരപ്പെട്ടൊരു വ്യക്തിയായി തീർന്നു. എന്റെ സാക്ഷ്യമാണ്. ആയിരങ്ങളുടെ സാക്ഷ്യം ഇങ്ങനെയുള്ളത് ഇന്ന് ലോകത്തിലെമ്പാടും കേൾക്കുവാൻ സാധിക്കും. ഏത് ജാതി, ഏത് മതം, ഏത് വർഗം, ഏത് വർണ്ണം, ഏത് ലിംഗവ്യത്യാസമില്ലാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എന്നെ പോലെ ജീവിക്കുന്ന യേശുവിന്റെ സാക്ഷികളായി ആയിരങ്ങളുണ്ട്. യേശു എന്നെ രക്ഷിച്ചുവെങ്കിൽ ആ യേശു ഇന്നും ജീവിക്കുന്നു. പ്രിയ സ്നേഹിതരെ, രക്ഷയ്ക്കുള്ള ഏക മാർഗം ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് യേശുവിൽ വിശ്വസിച്ച്, അത് തന്നെയാണ് ഖുർആൻ പറയുന്നത്, നിങ്ങൾ സംശയങ്ങൾ തീർക്കുവാൻ നിങ്ങൾ മുൻവേദക്കാരോട് ചോദിക്കട്ടെ. ആ വേദത്തിന്റെ ഒരു അനുയായി എന്ന നിലയിൽ വളരെ താഴ്മയോട്